അമേരിക്കയിലെ റിട്ടേൺ പോളിസിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഹോൾസെയിൽ ഡീലേഴ്സായ കോസ്കോയെ കുറിച്ച് സൂചിപ്പിക്കാതെ ഈ ഒരു കാര്യം പൂർണ്ണമാവില്ല എന്ന്. ഇന്ന് നമുക്ക് കോസ്കോയുടെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോസ്കോയുടെ ഒരു വിഹക വീക്ഷണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒത്തിരി കാർ പാർക്കിംഗ് സ്ലോട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഇതൊരു വീക്ക് ഡേ എടുത്ത വീഡിയോ ആണ്. വീക്കെൻഡിൽ ഇതൊന്നുമല്ല സ്ഥിതി. ഒരു കാർ പാർക്കിംഗ് സ്ലോട്ട് പോലും ഫ്രീ ഇല്ലാത്ത വിധത്തിൽ അത്രയധികം ആളുകൾ കോസ്കോയിൽ ഷോപ്പിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. കാരണം കോസ്കോ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. കോസ്കോൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ മെമ്പർഷിപ്പ് കാർഡ് വേണം. മെമ്പർഷിപ്പ് കാർഡ് നമ്മൾ എൻട്രി സ്ഥലത്ത് തന്നെ സ്വൈപ്പ് ചെയ്ത്, അത് ഓണർ കൂടെ ഉണ്ടായിരിക്കണം. ആ കാർഡ് ഹോൾഡർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അകത്തേക്ക് പ്രവേശിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ 1-2 മെത്തേഡ് ഉണ്ട് കേട്ടോ. ആരെങ്കിലും ഗിഫ്റ്റ് കാർഡ് തരികയാണെങ്കിൽ, കോസ്കോൻ്റെ ഗിഫ്റ്റ് കാർഡ് തരികയാണെങ്കിൽ, അതല്ലെങ്കിൽ മെഡിസിൻസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത് രണ്ടുമല്ലാതെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും കാർഡ് ഹോൾഡർ ആരാണോ ആ വ്യക്തിയുടെ ഒപ്പം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്ട്സ്, വിവിധങ്ങളായ രീതിയിലുള്ള പ്രോഡക്ട്സ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, വസ്ത്രവൈവിധ്യങ്ങൾ, മരുന്നുകൾ, കോസ്മെറ്റിക്സ്, ഗ്രോസറീസ്, ഫിഷ്, മീറ്റ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിനുള്ളിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ ആളുകൾ പനിയൊക്കെ വരുന്നത് കൊണ്ട് അതിന് മുന്നേ തന്നെ ആ സീസണൊക്കെ ആകുമ്പോൾ തന്നെ അവർ ഫ്ലൂ ഷോട്ട് എടുക്കും. അതൊരു പ്രിവെൻഷൻ രീതിയിലാണ്. ഇഞ്ചക്ഷനാണ് ഈ ഫ്ലൂ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം വരെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഐ ചെക്കപ്പിനുള്ള സൗകര്യമുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഗാഡ്ഗറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സും തന്നെ അവർ റിട്ടേൺ പോളിസി വളരെ ഫ്ലെക്സിബിളാക്കി വെച്ചിരിക്കുകയാണ്. 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് അല്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. അതിന് കാലപരിധി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായി എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളാണ് എങ്കിൽ 90 ഡേയ്സ് പറയുന്നുണ്ട്. അതൊഴിവാക്കിയാൽ ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് കോസ്കോയുടെ മറ്റ് സെൻറ്ററുകളിൽ കൊണ്ടുപോയി പോലും റിട്ടേൺ ചെയ്യാം. അതിന് ബില്ല് പോലും വേണ്ട. നമ്മളവിടെ അക്കൗണ്ട് ഹോൾഡർ ആണല്ലോ, അതുകൊണ്ട് നമ്മുടെ ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ടാകും. അതിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഈ സാധനം അവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ ഓൺ ദ സ്പോട്ട് നമ്മുടെ ക്യാഷ് റീഫണ്ട് ചെയ്യും. ഒരിക്കൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വൈൻ ബോട്ടിലുമായിട്ട് വന്ന് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ 1/4 ഭാഗമേ ഉള്ളൂ. ഒരു 3/4 ഭാഗം കുടിച്ചു തീർത്തു. അവരാണോ അവരുടെ ബന്ധുക്കളാണോ ആരെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ആ സാധനം ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ അവർ തിരിച്ചെടുക്കുകയും ഓൺ ദ സ്പോട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ റീഫണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലെ ഓരോ മെമ്പേഴ്സിനും ഒത്തിരി കാര്യങ്ങളുണ്ടാവും കേട്ടോ, അനുഭവങ്ങളുണ്ടാവും പങ്കുവയ്ക്കാൻ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, എന്നാണ് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക?